തിരൂർ ജില്ലാ ആശുപത്രി ഓങ്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ മെമ്പർ നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന ഭരണസമിതി യോഗത്തിൽ തുറന്നടിച്ച് VKM ഷാഫി. ജില്ലാ ആശുപത്രി ഓങ്കോളജി ബ്ലോക്ക് ഇടതുപക്ഷത്തിന്റെ നേട്ടമായി ഉദ്ഘാടന വേളയിൽ ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ കൂടെ കാര്യങ്ങളാണ് VKM ഷാഫി തന്റെ പ്രസംഗത്തിലൂടെ ഇന്ന് വ്യക്തമാക്കുന്നത്. ആ തിരൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഓങ്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടന ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പോവുകയും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിഥികളെല്ലാം തിരിച്ചു പോവുകയും ചെയ്തതിനു ശേഷം മാമോഗ്രാമിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോ അന്ന് എടുത്ത ഒരു വീഡിയോ അവിടുത്തെ ഒരു ചാനൽ പുറത്തുവിടുകയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അഫ്സൽ മെമ്പറെ ഫേസ്ബുക്കിലും ഒരു വീഡിയോ ഈ തിരൂർ ഓങ്കോളജി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയതും അതിന്റെ കാര്യങ്ങളും ഒക്കെ നാൾവഴികളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ അതിശയം തോന്നിയ ഒരു വീഡിയോ കണ്ടു. എന്താണ് അഫ്സലിന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം അവിടെ ആ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് HMC യോഗങ്ങൾ നടക്കാറുണ്ട്. ആ HMC യോഗങ്ങളിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അഫ്സൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചകളുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ അവിടെ വിളിച്ചുകൂട്ടിയ യോഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവിടെ എത്രത്തോളം, അതായത് നബാർഡ് അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെൻഡർ സേവിങ്സ് പോലും നമുക്ക് ആ പദ്ധതിക്ക്, സെയിം പദ്ധതിക്ക്, വേറെ പദ്ധതിക്കല്ല, സെയിം പദ്ധതിക്ക് പോലും അനുവദിക്കാതെ പ്രയാസപ്പെടുത്തി ഫണ്ട് അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോ പല ഘട്ടങ്ങളിലായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 7 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പെങ്കിലും അത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. 7 കോടി രൂപ. ഞങ്ങളൊക്കെ വൈസ് പ്രസിഡന്റിനോട്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ഡിവിഷനിലേക്കുള്ള ഓരോ ഫണ്ട് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആ തിരൂർ മേഖലയിലുള്ള ആളല്ലേ, നിങ്ങൾ ഈ പാലത്തിനും ഇതിലൊക്കെ ഫണ്ട് വെച്ചാൽ ആ ആശുപത്രി അവിടെ കെടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഡിവിഷനിലേക്ക് കിട്ടേണ്ട ഫണ്ട് പോലും ആ ജില്ലാ ആശുപത്രിക്ക് ചെലവഴിച്ചുകൊണ്ടാണ് ആ ആശുപത്രി അവിടെ 7 കോടി രൂപ. ഞാൻ ചോദിക്കട്ടെ, ഏത് ജില്ലാ പഞ്ചായത്താണ് ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ടി 7 കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്? അപ്പൊ അത്തരം കാരണങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം എത്രത്തോളം അത്തരത്തിലുള്ള യോഗങ്ങളിൽ അഫ്സൽ ഉണ്ടായിട്ടുണ്ട്, അത്തരമുള്ള ചർച്ചകളിൽ അഫ്സൽ ഉണ്ടായിട്ടുണ്ട്. ഒരു രംഗത്തും അതിന്റെ സംഘാടന സമിതി രൂപീകരണത്തിനും ഉണ്ടായിട്ടില്ല. അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് മാത്രം വന്ന് കുറച്ച് സഖാക്കളൊക്കെ കൂട്ടി നിർത്തി ഒരു വീഡിയോ എടുത്ത് അതങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ, പണ്ട് പാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ അതിന്റെ ആള് നമ്മളാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ചെറിയമുണ്ടം സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരു കോളേജ് വരുമ്പോ, ഒരു നഴ്സിംഗ് കോളേജ് വരുമ്പോ, അന്ന് തിരൂരിൽ പത്രസമ്മേളനം നടത്തി അഫ്സൽ പറഞ്ഞു VKM ഷാഫി വികസന വിരോധിയാണ്, ചെറിയമുണ്ടത്ത് ഒരു കോളേജ് വരുന്നതിനെ തടസ്സം ചെയ്യുന്നു എന്ന്. ഞാനും ബഹുമാനപ്പെട്ട V അബ്ദുറഹ്മാൻ മിനിസ്റ്ററും കൂടി ഇന്നലെ ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ടാണ് അവിടെ ഒരുമിച്ച് പ്രഖ്യാപിച്ചത്, അവിടെ സ്കൂളിന്റെ അവശേഷിക്കുന്ന സ്ഥലം ഫാർമസി കോളേജിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഇന്നലെ പിരിഞ്ഞത്. അപ്പൊ അവനവന്റെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ള ഡിവിഷനിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് എത്രത്തോളം ഈ ഒരു സംഗതിയിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയാൻ താല്പര്യമുണ്ട്.